സൗഖ്യം നൽകിയതാം ശക്തിയേകിടും, സൗഖ്യം നൽകിയതാം ശക്തിയേകിടും. എന്നും ആശ്വാസം പകരും അവൻ, എന്നും ആശ്വാസം പകരും അവൻ. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം. പുതിയ ഹൃദയം വേണം. നമുക്ക് എന്താണ് ആവശ്യം? പുതിയ ഹൃദയം നമുക്ക് ആവശ്യം. ആ ഹൃദയം സദഹൃദയമായി ദൈവം മാറ്റണം. ദൈവത്തിന്റെ വചനത്താൽ നിറയപ്പെടണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വാക്യങ്ങളാണ്. അവിടെ മുൻപ് വായിക്കുമ്പോൾ മനുഷ്യന്മാർ ശാസ്ത്രീയമാർക്ക് ചെയ്ത് യേശുവിന്റെ അടുക്കൽ ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദ്യം? 33-ാം വാക്യം. അവർ അവരോട്, യോഗങ്ങൾ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴിച്ചു പോകുന്നു, മനുഷ്യന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു, നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് പ്രത്യേകിച്ച് യേശുവിന്റെ ശിഷ്യന്മാരും ലേവി എന്ന് പറയപ്പെട്ട ഒരു ചുമകാലത്തെ വീട്ടിലാണ്, ഇരിക്കുന്ന സമയത്താണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഇടയാണ്. യോഗങ്ങളുടെ ശിഷ്യന്മാരും മനുഷ്യന്മാരുടെ ശിഷ്യന്മാരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാതെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി എന്തായിരുന്നു? 34-ാം വാക്യം വായിക്കുമ്പോൾ യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോട് കൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ട് പിരിയേണ്ട കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് ഇത് പറഞ്ഞിട്ട് ഇതോടെ അവസാനിച്ചില്ല, ഒരു ഉപമ കർത്താവ് ചെയ്ത് പറയുവാൻ ഇടയാണ്. 36-ാം വാക്യം. ഒരു ഉപമയും അവരോട് പറഞ്ഞ്, ആരും തോടി തുണിക്കണ്ടം കീഴിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുവാനില്ല, തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതോടും ചേരാതിരിക്കുകയും ചെയ്യും. ഇവിടെ ഒരു ഉപമ മാത്രം പറഞ്ഞില്ല, അതിന്റെ കൂടെ അടുത്ത ഉപമയും ദൈവം പറഞ്ഞു. 2 ഉപമയാണ് കർത്താവ് പറയുവാൻ ഇടയായി. അടുത്തത്, ആരും പുതുവീഞ്ഞി പഴയ തുരുത്തിയിൽ പകർന്നാറില്ല, പകർന്ന പുതുവീഞ്ഞി ആ തുരുത്തിയെ കുറിച്ച് ഒഴുകിപ്പോകും, തുരുത്തിയിൽ നശിച്ചു പോകും. പുതുവീഞ്ഞി പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത്. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് തന്നെ ആദരിക്കുന്നില്ല, പഴയത് ഏറെ നല്ലതിന് പറഞ്ഞു. ഇപ്പൊ കർത്താവിന്റെ 2 ഊമൽ പറഞ്ഞത് പഴയതും പുതിയതുമായിട്ടുള്ള കമ്പാരിസൺ കർത്താവോട് പറയുവാൻ ഇടയാണ്. ഈ പഴയതും പുതിയതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കർത്താവ് എന്തുകൊണ്ട് ഈ പഴയതും ഈ പുതിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഓമലായിട്ട് പറയണം? ഇന്നത്തെ ബൈബിളായിട്ട് കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ ഓമ പറയുവാൻ ഇടയാണ്? ഈ പഴയ തുരുത്തി പകർന്നാലില്ല, നമുക്ക് തുരുത്തിലെ കാര്യം. ആരും പുതുവീതി പഴയ തുരുത്തി പകർന്നാലില്ല, പകർന്നാൽ പുതുവീതി ആ തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ച് പോകും. ഇത് പറഞ്ഞൊക്കെ ശരിയാണ്. നമ്മൾ പാരമ്പര്യ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ അറിയുവാൻ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ പഴയ സ്വഭാവങ്ങൾ, നമ്മുടെ പഴയ പ്രവൃത്തികൾ, നമ്മുടെ പഴയ വ്യക്തിത്വം, ഇതെല്ലാം നമ്മളുണ്ട്, നമ്മൾ അകത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്നുണ്ട്, എല്ലാ പ്രാവശ്യം കേൾക്കുന്നുണ്ട്, ബൈബിൾ കേൾക്കുന്നുണ്ട്, ഇത് വീട്ടിൽ ബൈബിൾ വായിക്കുന്നുണ്ട്. ഈ കർത്താവിന്റെ വചനം എത്രത്തോളം അതിന്റെ കേട്ടെന്ന് വിചാരിച്ചോ? നമ്മൾ അത് കേൾക്കുന്നുണ്ടോ? അത് കേൾക്കുന്നുണ്ടോ? വചനം കേൾക്കുന്നുണ്ടോ? നമുക്ക് അകത്ത് വചനം കയറിയാണോ? പ്രതികൂലം വരുമ്പോൾ നമുക്ക് പേടിയും ഒരു സാധനം എന്തുകൊണ്ട് നടന്നത്? അപ്പോൾ നമ്മൾ വചനം കേൾക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടോ നമ്മുടെ വാചകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കാതെ ഒഴുകി പോകുന്ന കാര്യം നമ്മുടെ പഴയ വ്യക്തിത്വവും സ്വഭാവങ്ങൾ എല്ലാം ഉള്ളതാണ്. തുരുത്തി കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ പ്രത്യേകിച്ച് വിശേഷമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരസ്യമായി പറഞ്ഞപ്പോൾ അവരെല്ലാം എന്തായാലും പഴയ നിയമത്തിന്റെ വചനങ്ങൾ എല്ലാം അനുസരിക്കാൻ തുടങ്ങി. പക്ഷെ അത് വളരെ സ്നേഹത്തോടല്ല, അവർ ജീവിതത്തിൽ അത് കടമയായി അവർ അനുസരിക്കുവാൻ തുടങ്ങി. അതൊരിക്കലും സ്നേഹത്തോടെയോ ദൈവത്തിന്റെ കൃപയോ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ, അവർ കർത്താവ് യേശു ക്രിസ്തു തിരിച്ചറിയുകയാണ്. ഇത് വന്നത് മനുഷ്യപുത്രനെ അവർ അറിയുകയാണ്. അവർക്ക് വചനങ്ങൾ കാണാൻ പാടാൻ അറിയാം. പഴയ നിയമത്തിന്റെ ഉൽപ്പത്തി തൊട്ട് എല്ലാ വചനങ്ങളും അവർ വായിക്കണം, അത് ജ്ഞാനിക്കണം, അത് മനപ്പാഠം ചെയ്യണം. ഒരു പരീക്ഷ ആവണമെങ്കിൽ അവർ പഴയ നിയമത്തിന്റെ എല്ലാ വാചകങ്ങളും അവർ പഠിച്ചെടുക്കണം. പഠിച്ചാൽ മാത്രമേ അവർക്ക് ഒരു പരീക്ഷനായി മാറാൻ കഴിയും. പഠിച്ചതിന് ഗുണമുണ്ട. ഈ പരീക്ഷമാർ വചനങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ അവർ ജീവിതം എന്താ അറിയത്? ചടങ്ങായി മാറി കഴിയും. പൂർണ്ണ യുദ്ധത്തോടെ ചെയ്തില്ല. എനിക്ക് ഞായറാഴ്ച ഓക്കെ, എനിക്ക് പള്ളി പോകണം, അതൊരു ചടങ്ങായി മാറി. എനിക്ക് ദൈവത്തിന് കൊടുക്കണം, അതൊരു ചടങ്ങായി മാറി. അവരെന്ത് ചെയ്ത് റോട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റവരെ അഭിനന്ദിക്കുന്നതിന് കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാം കാപട്യം അവരുടെ ജീവിതത്തിൽ മാറി തുടങ്ങി. അപ്പോൾ കർത്താവ് എന്ത് ചെയ്ത് അവർ ചോദിച്ചത് ആ പുതുവേദി പഴയ തുരുത്തിയിൽ പകർമാറില്ല. പകർന്നാൽ പുതുവേദി തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും. തുരുത്തിയെ നശിച്ചു പോകും. പുതിയ തുരുത്തിലൊക്കെ പകർന്ന് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കണമെങ്കിൽ നാം ഇത് ചെയ്യണം. പഴയ നമ്മുടെ കല്ലാന ഹൃദയം മാറ്റപ്പെടണം. ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനാൽ പറ്റും. നമ്മുടെ ഹൃദയം മാറ്റാൻ ദൈവത്തിന് കഴിയും. ഒരു എക്സാമ്പിൾ ആണ് എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 9 പുരുഷൻ ആ പട്ടണത്തിൽ അഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് സമര ജാതിയെ ഗ്രഹിച്ചു പോകും. ദൈവം എന്താണ്? ശ്രീമുണ്ട് ജീവനെയാണ് ആഭിചാരം ചെയ്ത് ആ ദേശത്തുള്ള എല്ലാ മക്കളും തന്നെ ശ്രദ്ധിക്കണമെന്ന് ചെയ്ത കാര്യമാണ് എന്താണ്? ആഭിചാരം. പിശാചിനാൽ പറയപ്പെട്ട ഒരു വ്യക്തിയായി ആയിരുന്നു. മറ്റോ 10-ാം വാക്യം. ഇവൻ മകതി എന്ന ദൈവശക്തി ആകും എന്ന് പറഞ്ഞ് ആവണ ദുരിതം എല്ലാവരും അവനെ ശ്രദ്ധിച്ച് വന്നു. അപ്പോ ദൈവത്തിന്റെ കാര്യം എന്താണ്? ആഭിചാരം ചെയ്ത് മാത്രമല്ല, എല്ലാവരും തന്നെ ശ്രദ്ധിക്കണമെന്ന് അവർ പല കാര്യങ്ങൾ ആ സമര ജാതി അവൻ ചെയ്ത് അവരെ ശ്രദ്ധിക്കണമെന്ന് ആഭിചാരം ചെയ്ത് പലരും ഭ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ നമുക്ക് ഇത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, എന്താണ് ഏറെ കാലം അല്ല, എല്ലാ ദിവസവും ഇത് ചെയ്ത് അവർ പല കാര്യങ്ങൾ അത് മുൻപിൽ ലഭിക്കുവാൻ ചെയ്ത് മാത്രമല്ല, അതുകൊണ്ട് അവൻ ശ്രദ്ധിക്കപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കുക. എന്നെ ശ്രദ്ധിക്കണമെന്ന് അത് ചെയ്ത് പല കാര്യങ്ങളുടെ മുമ്പിൽ ഇത് ലഭിക്കത്തക്കവണ്ണം ഞാൻ പല കാര്യങ്ങൾ മുമ്പിൽ ചെയ്ത് എല്ലാവരും എന്നെ ശ്രദ്ധിക്കണമെന്ന് ഒരു കോൾപ്പാട് അല്ലെങ്കിൽ ഒരു മനോഭാവം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞു അപ്പോഴാണ് ഇത് ചെയ്ത് ആ സമയ പട്ടണത്തിൽ ഫിലിപ്പോസ് എന്നപ്പെട്ട ഒരു വ്യക്തി ഇത് ചെയ്തു കർത്താവിന്റെ സുവിശേഷമായി ആ പട്ടണത്തിൽ എത്തുവാനോ അവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസ് അവർ വിശ്വസിച്ചപ്പോ പുരുഷന്മാരും സ്ത്രീകളും സ്നാനം ഏറ്റു. അപ്പൊ സുവിശേഷം കേട്ട വ്യക്തികൾ ഇത് ചെയ്ത് കർത്താവിനെ സ്വീകരിച്ച് സ്നാനം ഏറ്റു. പുരുഷന്മാരേറ്റ് സ്ത്രീകളും ഏറ്റു. വായിച്ചു അടുത്ത വാക്യം. ഇപ്പോൾ വിശ്വസി സാധനം പഠിച്ചത് ആരാണ്? ഷീമോ കർത്താവ് സുവിശേഷം കേട്ട് വിശ്വസിച്ച് അദ്ദേഹവും സ്ഥാനം നേടും.
എന്തുകൊണ്ട് ഇത് വിശ്വസ സ്ഥാനത്തേക്ക് ഫിലിപ്പോസിന്റെ വീരപ്രവൃത്തികളും അടിയാളുകളും നടക്കുന്നത് കണ്ട് പ്രേമിച്ച്. ഇവൻ മറ്റൊരു പ്രേമിച്ചത് മാത്രമല്ല, ആദ്യമായിട്ട് ഫിലിപ്പോസിന്റെ വീരപ്രവൃത്തി കണ്ട് ആ സുവിശേഷ മുഖാന്തരം ഇദ്ദേഹം ആദ്യമായിട്ട് പ്രേമിച്ചു. അടുത്ത വാക്യം, ഇപ്പോ സമയ പട്ടണത്തിൽ പലരും സുവിശേഷ മുഖാന്തരം കർത്താവിനെ വിശ്വസിച്ച് സ്നാനമേറ്റ് എന്ന് അറിഞ്ഞപ്പോൾ യെരൂശലേമിൽ അപ്പോസ്തലന്മാർ ചെയ്ത് പത്രോസിനെയും യോഹന്നാനെയും ആ സ്ഥലത്തേക്ക് അയച്ചു വന്നപ്പോൾ ഇവർക്ക് അഭിഷേകം വചനം ഏറ്റെടുത്ത് കർത്താവിനെ വിശ്വസിച്ച് പക്ഷെ അഭിഷേകം പ്രാപിച്ചു. അപ്പൊ എന്ത് ചെയ്ത് രണ്ടുപേരും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവർ കൈകളെ വീഴ്ച പ്രാപിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുക എന്നതാണ്. ഓക്കെ, ബാക്കി പറയട്ടെ. ഇപ്പോഴത്തായി വിശ്വസിക്കും സ്ഥാനമേറ്റ് ഷീമോൻ എന്ത് ചെയ്ത് പത്രോസ് മുഖാന്തരം അല്ലെങ്കിൽ യോഹന്നാൻ മുഖാന്തരം അവർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ ആത്മാ അവരുടെ മേൽ വന്നതുപോലെ അവർ എന്ത് ചെയ്ത് അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മ ലഭിച്ച് ജീവൻ കണ്ടറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു, പണം കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയായിരുന്നു പണം? വായിക്കാത്ത വായിക്കാം. കാര്യം, ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന്റെ പരിശുദ്ധാത്മ ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും അറിയണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഷീമോൻ വിശ്വസിക്കുകയും സ്നാനമേറ്റ് വ്യക്തിയാകും. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വഭാവം മാറിയോ? കാണിക്കില്ല. ഇദ്ദേഹത്തിന് ഇപ്പോൾ അതെന്താണ്? ഞാൻ ഫേമസ് ആകണം, ജനത്തിന്റെ ഇടയിൽ ഞാൻ വലിയവനാകണം എന്നെല്ലാം മഹാണെന്ന് പറയണം. പണ്ട് വിശ്വാസത്തെ പ്രവൃത്തി ചെയ്ത് ഇപ്പോൾ ഫിലിപ്പോസിന്റെ സുവിശേഷ മുഖാന്തരം രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ്. പക്ഷെ ഇപ്പോൾ ഇദ്ദേഹം കണ്ടെത്താണ് അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മ കൈതറ പ്രാപിച്ചപ്പോൾ ഉടനെ ഇദ്ദേഹം ചെയ്ത് എനിക്കും ആ അധികാരം വേണമെന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാരെ പണം കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് വായിക്കാം. പത്രോസ് ഇതിനോട്ട് പത്രോസ് പറഞ്ഞാല് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. അടുത്ത വാക്യം വായിക്കണം. എന്നാൽ നിന്റെ ഹൃദയം ദൈവസന്നിധി നേരുള്ള അല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. അപ്പൊ അവിടെ ഇത് എങ്ങനെ എഴുതിയമായിരുന്നു? നേരുള്ളതല്ല, ദൈവസന്നിധി. അവിടെ ഇത് എഴുതുന്നത് പക്ഷെ നിന്റെ ഹൃദയത്തെ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. അപ്പോ ഇദ്ദേഹം മനസ്സാകുന്ന സ്ഥാനം വെച്ച് അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഗുണമുണ്ടോ? ഇല്ല. ഇദ്ദേഹത്തിന്റെ ഹൃദയം മാറിയിട്ടില്ല. ഇദ്ദേഹം ഇത് ചെയ്തു ഹൃദയം പ്രസിദ്ധമാകണമെന്ന് വിചാരിച്ച് പണം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് എനിക്ക് അധികാരം കണ്ടോ, ഞാൻ മറ്റൊരു അയാളുടെ കൈ വെക്കുന്നോ അവർക്ക് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കരുതെന്ന് ചോദിച്ചപ്പോൾ അവിടെയാണ് അപ്പോസ്തലൻ തിരിച്ചറിഞ്ഞാല് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരിട്ടുള്ളതല്ലായിക്കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും നീ ഈ വർഷത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിർവ്വനം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്തായത്? മക്കളുടെ മുൻപിൽ ആ സമയ പട്ടണത്തിൽ താൻ വലിയവനാണ് എന്ന് കാണിക്കുക, അല്ലെങ്കിൽ അവരെല്ലാവരും എന്നെ ശ്രദ്ധിക്കണമെന്ന് വാഞ്ചിയെ ഉണ്ടായിരുന്നു. ഒന്നുമല്ല, ഈ ആവികൾ ചെയ്ത് ഒത്തിരി പണം സമ്പാദിച്ച് അതിന് ഗുണമുണ്ടോ? ഗുണമില്ല. അദ്ദേഹത്തിന്റെ ഹൃദയം പൂർണ്ണമായി മാറ്റപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയുന്നത് നമ്മുടെ ഹൃദയം ദൈവസന്നിധി നേരിടുന്നതാകും.
നമ്മുടെ ഹൃദയങ്ങൾ ചിന്തകൾ അതിന്റെ കർത്താവ് നമുക്ക് മധ്യത്തിലുണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെയാണ് കർത്താവിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ കർത്താവിന് അത് എത്ര വർഷങ്ങളായിട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നുണ്ടോ? കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയ കർത്താവ് നോക്കി വരികയും നമ്മുടെ ഹൃദയം എങ്ങനെയാണ് നിർഭരം ക്ഷമിച്ച് കിട്ടുമാറുണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച. അപ്പോൾ നാം ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ആണ്. പ്രവൃത്തികൾ ഇതെല്ലാം എവിടെയാണ്? നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയമാണ് നമ്മൾ ആദ്യം മാറ്റപ്പെടുന്നത്. നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എങ്ങനെയാണ്? ഈ ഹാർട്ടിൽ പോകുന്ന ബ്ലഡ് അതിന്റെ തടസ്സമെങ്കിൽ നമുക്ക് എന്താവും? ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇന്ന് നമ്മൾ ജീവൻ ഇരിക്കുന്നത് നമ്മുടെ ബലമല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ ദാനമാണ്. അവൻ രക്തത്താൽ എന്നെയും നിങ്ങളെയും അവൻ വീണ്ടെടുത്തു. ആ രക്തമാണ് ഇന്ന് നമ്മൾ നിൽക്കാൻ ദിവസം നിൽക്കാൻ നമ്മുടെ അധികാരപ്പെടുത്തുന്നത്. നമ്മൾ തെറ്റുകൾ ചെയ്താലും നമുക്ക് ശിക്ഷ നമുക്ക് കിട്ടാറില്ല. നമ്മൾ കിട്ടിയാൽ നമ്മൾ എന്നോ നന്നായിരിക്കും. നാം ചിന്തിച്ച ചിന്തകൾ, നമ്മൾ പ്രവർത്തികൾ, കർത്താവിന്റെ വചനങ്ങളിൽ നാം പലപ്പോഴും അത് അനുസരിക്കാറില്ല. ഒരു എത്ര പ്രാവശ്യം കർത്താവിന്റെ വചനത്തിൽ നമ്മള് കർത്താവ് പലരും അതനുസരിച്ചില്ല. എല്ലാം ചെയ്തിട്ടും നാം ഇന്ന് നിൽക്കുന്നത് അത് ദൈവത്തിന്റെ കൃപയാണ്. പക്ഷെ ഈ കൃപ എന്നും ലഭിക്കുന്നതില്ല. സാധിക്കും മുൻപ് നമുക്ക് ദിവസം സീമോ അവളും വചനമില്ല, അവളും സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്ഥാനം ലഭിച്ചു. പക്ഷെ അവരുടെ ഹൃദയം മാറ്റപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മാറ്റപ്പെട്ടാൽ പറയട്ടെ, നമ്മുടെ ഹൃദയം മാറ്റപ്പെട്ടാൽ അവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. കർത്താവ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്, കർത്താവിന്റെ വചനങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് പ്രതികൾക്ക് പോകുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. പേടി വരും, ഒരു മനുഷ്യന് നമുക്ക് സ്വാഭാവിക പേടി വരും. പക്ഷേ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ആ ശബ്ദം ദൈവം നമ്മൾ ഏൽപ്പിക്കും, നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. നമുക്ക് പ്രതികളെ കാണിക്കുന്നത് കർത്താവ് നമ്മൾ ജയമാക്കി നമുക്ക്